ഒന്നും പറയാൻ പറ്റില്ല. കോർപ്പറേഷൻ ഒഴിപ്പിക്കും ഉറപ്പ്. അപ്പൊ അങ്ങനെ മനസ്സിനകത്തൊരു അഭിപ്രായം ഉണ്ടാവും, പക്ഷെ പറയാൻ കഴിയും. പറയാൻ പോയി കഴിഞ്ഞാൽ വഴിയാധാരമായിരിക്കും ഫലം. നാളെ നമ്മുടെ ജോലി ഇവിടെ നമുക്ക് വയ്ക്കാനും പറ്റില്ല. ഇതാണ് ഇവിടെയുള്ള എല്ലാവരും പറയാൻ കാണിക്കുന്ന കാര്യം. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ ഡ്രൈവർ എന്ത് ചെയ്യുന്നുള്ളത് അതൊന്നും നമുക്കറിയില്ല. തലസ്ഥാനത്തിന്റെ സ്വന്തം മേയർ ആര്യ രാജേന്ദ്രൻ അധികാര ദുർവിനിയോഗം നടത്തിയോ? ജനാഭിപ്രായങ്ങളിലേക്ക്. ഒരു ലേറ്റസ്റ്റ് ഇഷ്യൂ ആണ് തിരുവനന്തപുരം മേയർ ഒരു ബസ് തടഞ്ഞിട്ട സംഭവം. ശരിക്കും അതിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൻ്റെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുന്നു. എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ മെമ്മറി കാർഡ് കിട്ടിയാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് അറിഞ്ഞൂടല്ലോ എങ്ങനെയാണെന്നുള്ളത്. അത് പോലീസ് കണ്ടെത്തണം എങ്ങനെയാണെന്നുള്ളത്. ബസ്സിനകത്തുള്ള മെമ്മറി കാർഡ് നഷ്ടമായി. അതെ, ശരിക്കും മേയർ ഇത്തരത്തിൽ അധികാരം മെയിനായിട്ട് ഉള്ളത് അത് ബസ്സിലുള്ള ആൾക്കാരെ ഒന്ന് നോക്കണം. ആൾക്കാരെ ഇറക്കി വിട്ടു. ഏതൊക്കെ പാസഞ്ചേഴ്സ് അവിടെ യാത്ര ചെയ്യുന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആരൊക്കെയാണെന്നുള്ളത്. പക്ഷെ ആൾക്കാർ കുറച്ചുകൂടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. MLA ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ അതെ, MLA ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. എന്റെ നിജസ്ഥിതി നമുക്ക് അറിഞ്ഞൂടാ. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പൊ അതിലുള്ള യാത്രക്കാരെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരടുത്ത് ചോദിക്കായിരുന്നു. അപ്പോൾ അവർ കണ്ടതാണ് സംഭവം, കണ്ടതാണ്. പക്ഷെ ആരും പുറത്തു വന്ന് പറയുന്നില്ലല്ലോ ആരും ആണെന്നുള്ളത്. അതിൽ ഏതൊക്കെ യാത്രക്കാരുണ്ടെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞെന്നെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നും പറയുന്നുണ്ട്. അതിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു, ബസ്സിനകത്തുള്ള മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയി. അതെ പോലെ ഇപ്പം അധികാര പരിധി ലംഘനമാണെന്ന് വരെ പറയുന്നു. കാര്യം നേരെപ്പോഴൊരാൾക്ക് അധികാര പരിധി ലംഘനം തന്നെയാണത്. കാരണം ആൾക്കാർ പൈസ കൊടുത്ത് കയറുന്നില്ല. അവർ തടസ്സപ്പെടുത്തി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു സ്റ്റോപ്പ് എവിടെയാണ് അവിടെ ഇറക്കി വിടാവും. അവിടെ ഇറങ്ങാനുള്ള ഒരു പൗരന്റെ അവകാശമാണ്. അത് മാത്രമല്ല, ഈ തന്നെ വയ്യാത്ത ആൾക്കാരുണ്ടാവും, ദീർഘദൂര യാത്ര ചെയ്ത് വരുന്നുണ്ടാവും. അവരെയൊക്കെ വഴിയിലിറക്കി വിട്ടു. തീർച്ചയായും അത് ഒന്നാമത് രാത്രിയും കൂടെയാണ്. ലേഡീസ് ഉണ്ടാവാം, അത് തെറ്റാണ്. മേയറെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാരമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ നിയമപരമായി വേറെ പല മാർഗങ്ങളും സ്വീകരിക്കാം. പോലീസ് ഉണ്ടല്ലോ, അപ്പോൾ സ്വന്തമായിട്ട് നിയമം കയ്യിലെടുത്തു, തടസ്സപ്പെടുത്തി എന്നൊക്കെയാണല്ലോ പരാതി. അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമം നടപ്പിലാക്കാൻ പോലീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് അങ്ങനെ നടപ്പിലാക്കാൻ പറ്റൂല. അത് നടപ്പിലാക്കുന്നത് ശരിയല്ല. അത് അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. 100% അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ ഡ്രൈവർ എന്ത് ചെയ്യുന്നുള്ളത് അതൊന്നും നമുക്കറിയില്ല. ആ കാറുമായിട്ട് എന്തെങ്കിലും രീതിയിൽ എന്താണെന്നുള്ളത് അതിനെ കുറിച്ച് അറിയില്ല. അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും പോലീസ് കേസെടുത്തിട്ടുണ്ട്. രണ്ടുപേരുടെയും പേരിൽ കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തുമെന്നുള്ള കാര്യം നോക്കി കണ്ടറിയാം. പ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മേയർ എന്നുള്ള പദവി തന്നെ തലസ്ഥാനത്ത് ഓൾമോസ്റ്റ് ഇപ്പോഴുള്ള കേസുകളുടെ എല്ലാം ഫയലുകൾ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ഏതൊരു കേസിന്റെ ഫയലുകൾ സെക്രട്ടേറിയറ്റിലെ ഫയൽ കത്തിപ്പോകുന്നു. എവിടെയായാലും എന്തിന്റെ ഫയലുകൾ അതിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഉറപ്പാണ്. മെമ്മറി കാർഡ് ആ ദിവസം തന്നെ എടുത്തു മാറ്റുന്നു. ആ കാർഡ് ഒരു വലിയ തെളിവായിരുന്നു. അത് മാറ്റാൻ പാടില്ല. കാരണം അത് അവർക്ക് തന്നെയാണ് അതിൻ്റെ കുഴപ്പം വരുന്നത്. മേയറും അല്ലെങ്കിൽ ഇനി അത് മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ പോലും ഒരാൾ തെറ്റിദ്ധരിക്കപ്പെടും. മെമ്മറി കാർഡ് ഇവർ മാറ്റിയെന്നേ തെളിവില്ലായിരുന്നെങ്കിൽ പോലും മെമ്മറി കാർഡ് ഇല്ലായിരുന്നെങ്കിൽ പോലും അവർ അന്നേരം തന്നെ ആ മെമ്മറി കാർഡ് ഇവർ തന്നെ ഇനിഷ്യേറ്റീവ് ആയിട്ട് തന്നെ എടുക്കുവാണോ, അല്ലെങ്കിൽ അപ്പം തന്നെ മെമ്മറി കാർഡ് പോലീസിനെ കൊണ്ട് എടുപ്പിക്കുമായിരുന്നെങ്കിലും ഈ തിരിച്ചൊരു അലിഗേഷനിലേക്ക് പോകത്തില്ല. അതാണ് മാറ്റിയത് വലിയൊരു തെളിവ് നശിപ്പിക്കലായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അസ്വാഭാവികമായിട്ട് വരുമല്ലോ. അതാണ് ഈ മേയർ ബസ് തടഞ്ഞിട്ട സംഭവം ശരിയാ തെറ്റ്? അത് തെറ്റായൊരു ഭാഗമല്ലേ. ആ മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് കാണാതായി. ശരിക്കും അത് എവിടെ പോയെന്ന് നല്ല ഇതുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും സംശയിക്കാൻ പറ്റുമോ? ആഗ്രഹം ചെയ്യാൻ പറ്റും. എങ്കിൽ മേയറായി കാണും. മേയറായി കാണും. മേയർ എടുത്തിരിക്കുന്നതാണ്. ആളിനെ വിട്ട് മാറ്റിയെന്നാണോ പറയണത്? പിന്നെ അല്ലാതെ തന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റും. അവർക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തെന്നാണോ പറയണത്? പിന്നെ അല്ലാതെ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. മാറ്റിയിരിക്കും. കോടതി കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതി ഇരിക്കുകയല്ലേ, കോടതി മേയറിൻ്റെ തെളിവെടുക്കണം. മേയറെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും.
മേയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു യുവതി എന്നത് മേയറാണെങ്കിലും ഇതിൽ വലുതായതുകൊണ്ടും അവർ ആംഗ്യ ഭാഷ കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഡ്രൈവർ KSRTC ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ആംഗ്യ ഭാഷ കാണിച്ചത് കൊണ്ടാണ് അവർ പ്രതികരിച്ചത്. നമുക്കറിവ് നമുക്കൊന്നും പറയില്ല. അത് അങ്ങനത്തെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രമായിരുന്നു. സ്വാഭാവിക പ്രതികരണം മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മേയറെ പോലെ ഒരാൾക്ക് പലരും പറഞ്ഞു കേട്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പോലീസിനെ ഇടപെടിപ്പിച്ച് നിയമപരമായി നീങ്ങാമായിരുന്നില്ലേ എന്നുള്ളതാണ്. നീങ്ങാമായിരുന്നു, പക്ഷെ അപ്പുറത്തെ കണ്ടീഷനിൽ അങ്ങനെ ചെയ്തതായിരിക്കും ആ ഒരു പെട്ടെന്നുള്ള ഒരു പ്രതികരണം ആയിപ്പോയി എന്നുള്ളതാണ്. ശരിക്കും വണ്ടിയിലിരുന്നൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഡ്രൈവറെ പൊളിക്കൊണ്ട് പോകില്ലേ? അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ അവർ വണ്ടിയെ ചേസ് ചെയ്ത് പിടിച്ച് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയില്ല എന്നാണ് വാർത്തകളിൽ വന്നത്. പക്ഷെ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു തലസ്ഥാനത്തെ മേയർ ഒരു വാഹനം തടഞ്ഞിട്ട സംഭവം. അത് പോലീസ് കേസെടുത്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ. അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? അതിപ്പോൾ നമ്മളുടെ TV-യിലൂടെ ഇത് കണ്ടതിൽ രണ്ട് കൂട്ടർക്കും തെറ്റുള്ളതായിട്ടാണ് മനസ്സിലായത്. കാരണം ഞാനൊരു ഡ്രൈവറാണ്. അപ്പം എനിക്കും ഇതുപോലെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സൂപ്പർ ഫാസ്റ്റുകാർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രൈവർ എന്നുള്ള രീതിയിൽ എനിക്ക് ചെറിയ ഒരു അമർഷമുണ്ട്. കാരണം അവർ സൂപ്പർ ഫാസ്റ്റുകാർ ഇപ്പോഴും മറ്റുള്ള വണ്ടികളെ മുഖവിലേക്ക് എടുക്കാറില്ല. ചെറിയ വാഹനങ്ങൾ അവരെ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. അവരിങ്ങനെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ മാറിക്കൊടുക്കണം. കുത്തിക്കയറ്റൽ പരിപാടിയുണ്ട്. ഞാൻ പലയിടത്തൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട്. പിന്നെ ഡ്രൈവറിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്യണതായിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാരനെ. പക്ഷെ അതിനകത്ത് ഡ്രൈവറെ ഈ ബസ് ചേസ് ചെയ്ത് വന്നു. മേയർ നേതൃത്വത്തിലുള്ള സംഘം, MLA-യും മേയറും ഒക്കെ ഉൾപ്പെടുന്ന ബസ്സിനെ ചേസ് ചെയ്ത് റോഡിൽ കൊണ്ടിട്ട് തടഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പരാതി. അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആ സാഹചര്യത്തിൽ ഇപ്പം എന്നെ ഒരു വണ്ടിക്കാരൻ വട്ടം വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തുള്ള മൈൻഡ് ഒരു വികാര പ്രകടനം, അയാളെ വിടരുതും, അവനെ രണ്ട് വാക്ക് സംസാരിക്കണം. കാരണം എൻ്റെ പെട്ടെന്നുള്ള നിയമമൊക്കെ പിന്നെ നമ്മൾ പെട്ടെന്നാണല്ലോ ഇത് ചെയ്തു പോകുന്നത്, പ്രതികരിക്കുക. അത് അപ്പം അവരവസ്ഥയിൽ മേയർ ചെയ്തതായിരിക്കും. അത് അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അവരങ്ങനെ ആ സ്റ്റാറ്റസിനനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ പെട്ടെന്നുള്ള പ്രതികരണമായിരുന്നു. അതെ കാരണം അതാണ് ഇപ്പൊ ഊരാക്കുരുക്കിപ്പെട്ടത്. അപ്പം അതുകൊണ്ട് എനിക്ക് അഭിപ്രായത്തിൽ രണ്ടുപേരും ഇതിൽ പങ്കാളികളാണ്. പാലിക്കാമായിരുന്നു. ആയിരിക്കും. കാരണം നമ്മളുടെ ധൃതി എല്ലാത്തിനും പ്രശ്നമാണ്. ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാഹചര്യത്തിൽ നമ്മൾ ഈ കുത്തിക്കയറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ്. അതെ അതിനകത്ത് ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നും ഇടയ്ക്ക് വാർത്തകൾ വന്നു. ശരിക്കും എവിടെ പോയിരിക്കും ആ മെമ്മറി കാർഡ്? അത് ആരെങ്കിലും മാറ്റിയതായിരിക്കാം. അത് രക്ഷപ്പെടാൻ വേണ്ടി മാറ്റിയതായിരിക്കും. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മാറ്റിയതായിരിക്കും. അപ്പോൾ ആര് മാറ്റിയെന്ന് നമുക്ക് അറിയില്ല. കാരണം ആരെയും പറയാനൊക്കെ അല്ല, കാരണം നമുക്ക് തെളിവില്ലല്ലോ. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് എവിടെയോ ഒരു കളി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരള പോലീസിന്റെ ഒക്കെ കഴിവുകളനുസരിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഉറപ്പായിട്ടും ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളവരാണ്. എവിടെയോ പോലീസിന് അറിയാമായിരിക്കും. നമുക്ക് സംശയിക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ കേരള പോലീസിന്റെ കഴിവനുസരിച്ച് പെട്ടെന്ന് പിടിക്കേണ്ടതാണ്. അപ്പം എവിടെയോ ഒരു ഉന്നതന്റെ ഒരു ഇടപെടലുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം നമ്മുടെ സാധാരണക്കാരുടെ ചിന്താഗതി. എങ്ങനെ ഞങ്ങൾ കൂട്ടുകാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയണതാണ് എവിടെയും ഡൗൺ വരുന്നത് അധികാര സ്ഥലത്ത് നിന്നാണ്. ഉറപ്പായിട്ടും ആ രീതിയിൽ എന്തോ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറ്റം പറയണ ഒരു സ്വഭാവം നമുക്കില്ല. അത് തെളിവ് കിട്ടിയാലേ നമ്മൾ തെളിവില്ലാതെ ഒന്നും പറയാനൊക്കെയില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും തെറ്റുകാരാണ്. കാരണം എൻ്റെ അനുഭവം കൊണ്ട് സംയമനം പാലിക്കേണ്ടതായിരുന്നു. നമ്മൾ പെട്ടെന്നുള്ള ഒരു ഞാൻ വലിയ ആളാണ് അല്ലെ ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു ചിന്ത രണ്ടുപേരിലും ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട്
ഒരു അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായത്തിൽ. കൂടുതൽ അഭിപ്രായം ഞങ്ങൾ ഇത് തന്നെയാണ് അഭിപ്രായം. അതെ അതെ. ഇപ്പം ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഡ്രൈവറുടെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ്. എങ്കിലും നമുക്കുള്ള ആത്മസംയമനം രണ്ടുപേരും പാലിക്കേണ്ടതായിരുന്നു. അതെ. അപ്പം അതിൻ്റെ ഒരു പോരായ്മ അവിടെ ഉണ്ട്. അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ അത് കാരണം എല്ലാവരും ഈ ആകാംക്ഷയോട് നിൽക്കുകയാണ്. എന്താണ് ഇതിന്റെ ഇനി സംഭവിക്കുന്ന ഉത്തരം എന്താണെന്നുള്ള ഒരു ഇതിലങ്ങ് നിൽക്കുകയാണ്. അപ്പൊ അതാണ് എല്ലാവരും ഇപ്പൊ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കാതു. ഇപ്പൊ ഞാൻ തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ന്യൂസ് വെക്കുമ്പോ ഇതാണ് എന്തായി മേയർ എന്തായി അതെ അതെ എന്നുള്ള ആരായാലും സംഭവിച്ചത് എന്തായി, അതിന്റെ ഇത് അടുത്ത നടപടി എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചിന്താഗതിയിൽ നിൽക്കുന്നത്. പിന്നെ ഡ്രൈവിങ്ങിൽ എപ്പോഴും നമ്മൾ വലിയ ആള് കളിക്കരുത്. വണ്ടി വാഹനം നമ്മുടെ കയ്യിലാണെങ്കിലും നമ്മളെപ്പോഴും യാത്രക്കാരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. താങ്കളൊരു ഡ്രൈവർ ആയതുകൊണ്ട് അറിയാം. ഞാൻ ഡ്രൈവർ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം വലിയ വണ്ടിക്കാര് ചെറിയ വണ്ടീനെ മൈൻഡും ഇല്ല. അതൊരു അവരെപ്പോഴും ചെറിയ വണ്ടി ശ്രദ്ധിക്കാറില്ല. കാറുകാര് ടൂ വീലറുകാരെ ശ്രദ്ധിക്കാറില്ല. കാറുകാരെ വലിയ വണ്ടി ശ്രദ്ധിക്കില്ല. അവര് വേണമെങ്കിൽ ഒതുങ്ങി പോക്കോളും. അവര് വേണം ഞങ്ങളെ കാണുമ്പോൾ മാറിക്കോണം, ഞങ്ങളിതേ വരുന്നു എന്നുള്ള ഭാവമാണ് ഉണ്ട്. അപ്പം അതൊക്കെ നമ്മളെല്ലാവരും ഒരു സമീപനം കാണിക്കണം. ഏത് ഡ്രൈവർ ആയാലും ചെറിയ വണ്ടി ഓടിച്ച ഡ്രൈവർ വലിയ വണ്ടി കയറുമ്പോൾ അവരുടെ സ്റ്റൈല് മാറും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അതാണ് അഭിപ്രായം. അതെ, ചെയ്തത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഡെയിലി വേക്കൻസിക്ക് കയറിയ ഒരു വ്യക്തിയാണ് ഡ്രൈവർ യാദവ്. അപ്പോൾ അദ്ദേഹത്തിന് മാനസികമായി ഒരുപാട് പ്രയാസമുണ്ടായി. അദ്ദേഹം ഈ രാത്രിയിരുന്ന് അശ്ലീലം കാണിക്കാനും വണ്ടിക്കകത്ത് ഫ്രണ്ടിൽ ലൈറ്റൊന്നും ഫിറ്റ് ചെയ്തില്ല. ആക്ഷൻ കാണിക്കാൻ ഒന്ന് ഈ താഴെ കൂടെ പോണ കാറ് ഇത്ര പൊക്കയല്ലേ ഉള്ളു, ചെറിയ കാറ് 4 മീറ്റർ ഹൈറ്റുള്ള ബസ്സിന്റെ മേളിലിരിക്കുന്ന ആളുടെ എങ്ങനെ ഇവര് കാണാൻ പറ്റില്ല. പക്ഷെ ഈ ഫ്രണ്ടിൽ പോണ ബസ്സിന് ആ വണ്ടിക്കകത്തിരിക്കുന്നവരെ കാണാം. ഇന്നലെ തിരിച്ച് കാണിക്കുമല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ പേരിൽ ഇപ്പൊ പോലീസ് കേസൊക്കെ എടുത്തിരിക്കുകയാണ്. ഈ ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പറയുന്നത്. അവര് പറയണെന്ന് പറഞ്ഞാൽ അവരെ അനുഭാവികൾ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പാർട്ടിക്കാർ എടുത്തിട്ടുണ്ടെന്നാണ്. അപ്പൊ അതിനകത്ത് തെളിവുണ്ട്. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പറയുന്നത്. വേറെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞോളാം. കേസ് പോലീസ് അന്വേഷിക്കുക. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. നല്ലത് പറയാൻ പറ്റില്ല, ചീത്തയും പറയാൻ പറ്റില്ല. അതെന്ത് അങ്ങനെയാണ്. ഇന്ന് കാണുന്നതിന് ചിലപ്പോൾ നാളെ കാണാൻ പറ്റില്ല. പേടിയുണ്ടല്ലേ? പേടിയുണ്ടാവും. ഇവർക്കെതിരെ പ്രതികരിച്ചാൽ നമ്മളെ എടുത്തു മാറ്റിക്കളയും. തീർച്ചയായിട്ടും ഉണ്ടാവും. ആ പേടിയിലാണ് ആൾക്കാർ പറയാത്തത്. ചേച്ചി അതുകൊണ്ടാണോ പറയാത്തത്? അറിഞ്ഞില്ല. അതുകൊണ്ടാണ് മോഹൻലാലിന്റെ സിനിമയിൽ ശ്രദ്ധയിൽ മോഹൻലാലിന്റെ വാക്ക് പറയുന്നത്. എന്താണ്? അതായത് അവന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോണ സമയത്ത് അവർ ഓരോരുത്തരെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. അന്നേ ഇത് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ആൾക്കാരൊന്നും പറയാത്തത്. അന്നത്തെ സാഹചര്യം അങ്ങനെ. നമ്മളെ കേരളത്തിൽ അതാണ് സാഹചര്യം. പ്രതികരിക്കുന്നവനെ ഇല്ലാതാക്കും. അതെ, ഞാനിന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആട്ടയിൽ പോയി കഴിഞ്ഞാൽ എന്നെ പ്രതികരിക്കാൻ 10 പേര് പുറകെ കാണും. അതാണ് കാര്യം. നടക്കും നമ്മളെ കേരളത്തിൽ. ഇവിടെ എന്ത് നടക്കും, അത് ഉറപ്പാണ്. ആ അവസ്ഥയിലാണ് പോണത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം? അതായത് നമ്മളിത് ന്യൂസിൽ കണ്ടിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് വളരെ അധികം വിഷമമുള്ള ഒരു ഇതും കൂടിയാണ്. കാരണം അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് എന്താണ് ഇത് നീതി കിട്ടുക? ഇവിടുന്ന് ആരുടെ കയ്യിൽ നിന്ന് നീതി കിട്ടുക? ഇവരല്ലേ നീതി തരേണ്ട ആള്, അവര് നീതി തട്ടിപ്പറിക്കുകയാണ്. സ്വന്തമായ അവധി തന്നെ നീതി നടപ്പിലാക്കുകയാണ്. അപ്പൊ ഈ നീതി തരേണ്ട ആൾക്കാർ നീതി അവര് നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ നാടിന്റെ ഒരു ബാലൻസിങ് അപ്പോൾ തന്നെ പോയി. അപ്പോൾ ഇതൊക്കെയും അത് ഏത് പാർട്ടിയിൽ പെട്ടവരായാലും, അത് ഒരു ഇന്നൊരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയിലായാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇവർ
നിൽക്കേണ്ടത്. അതായത് സോഷ്യൽ വർക്കേഴ്സാണ്, അതെ. അല്ലാതെ അവർ ജനപ്രതിനിധികളാണ്, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ ജനങ്ങളുടെ നീതി നിഷേധിക്കാനോ ഇപ്പോൾ ആ ഒരു ഡ്രൈവറുടെ കാര്യമാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും അതെല്ലാം അത്ര ഒരു നല്ലൊരു ഇതാന്ന് അഭിപ്രായം എനിക്കില്ല. തെറ്റായി പോയി എന്നുള്ളതാണ്. പക്ഷെ ഒരു നിസ്സാരമായ പ്രശ്നത്തിന് ഇത്രയും വഷളാക്കിയിട്ട് ഇപ്പൊ കിടന്ന് കൈയും കാലോട്ട് അടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതായത് ഇവരൊക്കെയും ഒരു എന്തെന്ന് പറയുക, ഒരു ഹുങ്ക് എന്ന് പറയില്ലേ, അധികാരത്തിന്റെ ഒരു ഹുങ്കാണ് ഇവരിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ വർക്കേഴ്സിന് വേണ്ട എന്തെങ്കിലും ട്രെയിനിങ് കോളേജോ അങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് ഇവരൊക്കെ ആദ്യം അവിടെ കൊണ്ടുപോയിരുത്തി പഠിപ്പിച്ചിട്ട് ഈ ഇതിലേക്ക് ഇറക്കണം. ഇവരെല്ലാം എന്തെന്ന് പറയാൻ നൂരിന്ന് കെട്ടി ഇറക്കണമെന്ന് ഇങ്ങനെ ഇറങ്ങി ഇവർക്ക് തന്നെ അറിയില്ല ഇവരെന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം ഇവർക്കൊക്കെ നല്ലൊരു ട്രെയിനിങ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു 1 month കോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇവരെ ജനപ്രതിനിധികളാക്കണം. അല്ലെങ്കിൽ ഇവർ ഇലക്ഷന് വരുന്നേക്കാളും മുന്നേ ഇവരുടെ സ്വത്ത് വിവരമൊന്നും ഇവർ പബ്ലിഷ് ചെയ്യേണ്ട. ഇങ്ങനത്തെ കോഴ്സിന് പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ട് അങ്ങനെ ജനപ്രതിനിധികളാകാനുള്ള യോഗ്യത നേടി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്. അതെ, അത്രയും വേണ്ട. അല്ലാതെ ഇവർക്ക് എത്ര സ്വത്തുണ്ട് ഇതൊന്നും ജനങ്ങൾക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. അവർക്ക് സ്വത്ത് ഇല്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഉണ്ടെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇവർക്കൊക്കെ എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ടുള്ള ജനങ്ങളെ സേവിക്കാൻ ഇവർ അതിനുള്ള കോഴ്സ് ഗവൺമെന്റ് തുടങ്ങാം. എന്നിട്ട് അതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നോമിനേഷൻ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കൊന്നും പറയാൻ പറ്റൂല. ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ജീവിക്കുന്നവരാണ്. അപ്പൊ ഈ ഭാഗത്ത് തട്ടിട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. കോർപ്പറേഷൻ ഒഴിപ്പിക്കും ഉറപ്പ്. അപ്പൊ അങ്ങനെ മനസ്സിനകത്തൊരു അഭിപ്രായം ഉണ്ടാവും, പക്ഷെ പറയാൻ കഴിയില്ല. പറയാൻ പോയി കഴിഞ്ഞാൽ വഴിയാധാരമായിരിക്കും ഫലം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല, പേടിച്ചിട്ട്. അത് അല്ല, പേടിച്ചല്ല, ഇത് തന്നെ നടക്കണം. പേടിയോ പേടിയില്ലാതെയോ എന്നുള്ള നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അത് തന്നെ, അത് വഴിയാധാരമായി. ഇഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അത് തന്നെ വഴിയാധാരമായി. വഴിയാധാരമാവും ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാരെല്ലാം. കച്ചവടക്കാരെല്ലാം യൂണിയന്റെ ആൾക്കാരാണ്. എന്നിരുന്നാലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ വഴിയാധാരാവും. അതെ, അതാണ് അവസ്ഥ. അതെ അതെ. അതുകൊണ്ട് ശരിയും തെറ്റും നമ്മളെ മനസ്സിൽ സൂക്ഷിക്കാം. കാര്യം അറിയാം, പക്ഷെ പുറത്ത് പറയാൻ കഴിയില്ല. പറയാൻ പറ്റില്ല. ആ അവസ്ഥയാണ് തലസ്ഥാനത്തിന്റെ അവസ്ഥ. അതെ അതെ, തലസ്ഥാനത്തല്ലേ എവിടെ പോയാലും എവിടുത്തെ അവസ്ഥ എവിടെയും ഇതൊക്കെ തന്നെ കാര്യം. നല്ല വിദ്യാസമ്പന്നനായ എംകോംകാരനാണ് ഈ നിൽക്കുന്നത്. പുള്ളിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. പൊതുവിലുള്ള സ്ഥിതി ഇതാണ് അവസ്ഥ. അതിപ്പം നമ്മളിപ്പോൾ കുറേ പേരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേരും പറഞ്ഞത് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്, പക്ഷെ പറയാൻ കഴിയില്ല. ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ചെറു കച്ചവടം നടത്തി ജീവിക്കുന്ന ആൾക്കാരായ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വഴിയാധാരമാവും. മോഹൻ പറഞ്ഞ പോലെ വഴിയാധാരമാവും. അതെ, എനിക്കെല്ലാം നേരുടെ ദൈവത്തിലാണ് ഈ ആൾക്കാരെല്ലാം നിൽക്കുന്നത്. പെട്ടെന്ന് ഇതെല്ലാം ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വേണ്ട. ഒരു വലിയ വഴിത്തിരിവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? പാവപ്പെട്ട ജയിലിലാവും, ഡ്രൈവർ ജയിലിലാവും. അപ്പം അവരെ തെളിവ് നശിപ്പിക്കപ്പെട്ടോ, മെമ്മറി കാർഡ് കാണാനില്ല. അത് എവിടെ പോയതായിരിക്കും? എവിടെ പോയി മെമ്മറി കാർഡ്? അവരെടുത്തു. അധികാരികൾ എടുത്തു എന്നാണ് പറയണത്. അധികാരികളുടെ കൈവെള്ള പാവപ്പെട്ടവന് കുരിശാവൂന്നാ പറയണേ. അവൻ ജയിലിലാവും, അവൻ്റെ ജോലി ചെയ്യുമ്പോൾ അവൻ്റെ കുടുംബന്മാർ കുളമ്പോ അവൻ്റെ ജോലി ഇപ്പം നിലവിൽ ജോലി ഇല്ലെന്നാണ് പറയണത്. ജോലി പോയി. അതിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനം ഉണ്ടാകും. അയാളെ കാര്യം തീരുമാനം, അയാളെ ജോലി പോയല്ലോ. അപ്പം നിലവിൽ ഡ്രൈവർ ജോലിക്ക് പോകുന്നില്ല. ഇല്ല, ഡ്രൈവർ ജോലിക്ക് പോകുന്നില്ല. പോയാൽ ജോലിക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ജോലി ഇല്ലാണ്ടാവോ? അവസ്ഥ പാട് തന്നെ. ഇവിടെ ഇരിക്കുന്നവർക്ക് ഇത് പറയാൻ പേടിയുണ്ടോ?
പിന്നെ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഇവിടെയുള്ള വഴിയോര കച്ചവടക്കാരടുത്താണ് ഇതെല്ലാം ചോദിക്കുന്നത്. വഴിയോര കച്ചവടക്കാരെ ഇവരുടെ നമ്മൾ ഇപ്പോഴത്തെ ഭരിക്കുന്നവരുടെ അണ്ടറിലാണ്. അവരെപ്പോഴും എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞാൽ വഴിയോരക്കാരെ കച്ചവടക്കാരന്മാരെ വയറ്റിലാണ് അടിക്കുന്നത്. ഈ വഴിയോര കച്ചവടക്കാർക്ക് വേറെ ഒരു വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഇവരൊക്കെ ഒരു 4, 5, 6 വയറുകളാണ് വീട്ടിലുള്ളത്. അവരുടെ ജോലി പോയാൽ നിങ്ങളിപ്പോൾ ഇത് തന്നെ ടെലികാസ്റ്റ് ചെയ്യും. അത് അവർ ഉടനെ തന്നെ സ്കെച്ച് ചെയ്യും, നമ്മൾ സ്കെച്ച് ചെയ്യും. നിങ്ങൾ ഇന്ന് പിടിച്ചിട്ട് പോകും, നാളെ നമ്മളെ ജോലി ഇവിടെ നമുക്ക് വയ്ക്കാനും പറ്റില്ല. ഇതാണ് ഇവിടെയുള്ള എല്ലാവരും പറയാൻ കാണിക്കുന്ന കാര്യം. അതാണൊരു പേടിയല്ലേ അവർക്ക്? അത്ര തന്നെ. നമുക്ക് വേറെ പിടികളോ നിലപാടുകളോ മറ്റു രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുകളോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പം നിങ്ങൾ എത്രയോ കച്ചവടക്കാരില്ല. വഴിയോരക്കാട് ഇവിടെ വന്ന ടൂറിസ്റ്റുകാരുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ചിലപ്പം ഇതിന് കറക്റ്റാ മറുപടി പറയും. പക്ഷേ ഇവിടെ ഉള്ള കച്ചവടക്കാർ ഇവിടെ ഉള്ളവരായതുകൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുന്നത്. അവർക്കൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ്. അവർക്കുള്ള അഭിപ്രായം നിങ്ങളിപ്പോൾ തന്നെ എന്നെ തന്നെ കാര്യം തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നു. അവർ കറക്റ്റ് ഇതെല്ലാം. ഇപ്പോൾ എത്ര കണ്ണുകളാണ് നിങ്ങളുടെ മീഡിയ വാച്ച് ചെയ്യുന്നത്? ഇത് ലൈവല്ല. ലൈവായാലും എന്തെങ്കിലും സ്കേട്ട് ചെയ്താലും ലൈവ് അല്ലെങ്കിൽ പോലും കാരണം അവരിതെല്ലാം അപ്പം തന്നെ സ്കെച്ച് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വഴിയോര കച്ചവടക്കാർക്ക് കാരണം അവരുടെ ഒരു ഇപ്പോൾ എടുത്തോണ്ട് പോകാൻ പറഞ്ഞാലും എടുത്തോണ്ട് പോകേണ്ട സ്ഥിതിയാണ്. എടുത്ത് മാറ്റേണ്ട പിന്നല്ലാതെ അപ്പം തന്നെ എടുത്തുണ്ട്. അപ്പം എടുത്ത് മാറ്റുക എന്നത് മാറ്റുന്നതോടൊപ്പം തന്നെ അവരുടെ ആ കുടുംബത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, അവരുടെ ജീവിത പ്രശ്നം തീർന്നു. അത്ര തന്നെ. അതുകൊണ്ടാണ് ആരും ഒന്നും പറയാത്തത്. വഴിയോര കച്ചവടക്കാർ നിങ്ങളുടെ മറുപടിക്ക് റിപ്ലൈ തരാത്ത. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്ക് അവര് വിളിക്കണം. പദവിയിലിരിക്കുന്ന ആൾക്കാരാണ്. അവർ പൊതുജനമധ്യത്തിൽ ഇങ്ങനെ ഇറങ്ങി വെറും ഗുണ്ടുള്ള ടൈപ്പിൽ കളിച്ചത് ശരിയല്ല. അവർക്ക് വണ്ടി നാളെ വിടാൻ ഒരധികാരമില്ല. പിന്നെ നിയമപരമായി നടപടിക്രമങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവർക്ക് ചെയ്യായിരുന്നു. അവർ ഇനി ചെവി അറിയണ്ട. അവരിങ്ങനെ പരസ്യമായിട്ട് വണ്ടി കയറി വിലക്കി ഒന്നും കാണിക്കണ്ട. അവർക്ക് ജോലി പോലീസിനെ വിളിക്കും. പോലീസ് നടപടിയെടുക്കും. DGP ഉൾപ്പെടെ അപ്പോൾ പറഞ്ഞേക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ ഇവരെന്തിനു വഴി കിടന്നിങ്ങനെ കൊള്ളായാലും റോഡ് ഷോ വേണ്ടായിരുന്നു. കേസിന്റെ വഴിക്ക് പോട്ട് കേസിന്റെ വഴിക്ക് അങ്ങ് പോകും. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കും. ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും അവർ ചെയ്താലും ചെയ്തവരനുഭവിക്കും. ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കും. ഞാൻ പോകുന്ന കൂട്ടത്തിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്നു പല വണ്ടികളും ട്രാൻസ്പോർട്ട് ബസ് പല ട്രാൻസ്പോർട്ട് ബസ്സുകളും കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തും. പല പ്രാവശ്യം ഇടിക്കാനായിട്ട് പോയി. ട്രാൻസ്പോർട്ട് ബസ്സുകാർ എല്ലാവരെ കുറിച്ചും പരാതിയുണ്ട്. ഭയങ്കര ചെറിയ വാഹനങ്ങളെ മെയിൻറ്റെയിൻ ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും കാര്യം എന്താണെന്ന് വെച്ചിരുന്നാൽ പിന്നെ പല പ്രാവശ്യം ഇടിക്കാനായിട്ട് പോയി. പല വണ്ടികളും അങ്ങനെയാണ്. അപ്പൊ ഇതും അങ്ങനെ സംഭവിച്ചിരിക്കാം. അങ്ങനെ ആയിരിക്കാം. അപ്പോഴുണ്ടായ ഒരു പ്രതികരണമാണ്. തീർച്ചയായിട്ടും. അല്ല അങ്ങനെ കണ്ടാൽ മതി. തീർച്ചയായിട്ടും അങ്ങനെ കണ്ടാൽ മതി. പിന്നെ കേസ് എടുത്തതൊക്കെ അവരുടെ വഴിക്ക് പോട്ട്. അല്ലേ? ആരാണോ കുറ്റവാളി അവർ ശിക്ഷിക്കപ്പെടട്ടെ. സാധാരണ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമം ആരാണോ ലംഘിച്ചിട്ടുള്ളത് അത് ശരിക്കും നിയമം ലംഘിച്ച ആൾ ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടും. അതാണല്ലോ ഒരു പൗരന്റെ വിശ്വാസമാണത്. ഇപ്പം മെമ്മറി കാർഡ് കാണാനില്ല ബസ്സിൽ, അതെവിടെ പോയി? അത് എവിടെ പോയെന്ന് വെച്ചാൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവണം. ആരെടുത്തു എന്നുള്ളതാണ് നമ്മളെ സംശയം. കാര്യം മേയറുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. KSRTC ബസ് തമ്പാനൂരിൽ പോയപ്പം ആ ബസ്സിനകത്തുള്ള മെമ്മറി കാർഡ് ആരാണോ കുറ്റവാളി അവരെ എടുപ്പിച്ചിട്ടുണ്ടാവാം, അവരെന്നെ എടുത്തിട്ടുണ്ടാവാം. അങ്ങനെയാണ് സംശയിക്കുന്നത്. അത് പോലീസ് കണ്ടുപിടിക്കേണ്ടതാണ്. പോലീസ് കണ്ടുപിടിക്കും. അവർ അന്വേഷിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. കണ്ടുപിടിച്ച് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. അത്രേ ഉള്ളൂ നമ്മൾ ആഗ്രഹം. ആരായാലും ഇപ്പോൾ മേയറാണെങ്കിലും ആരാണെങ്കിലും മേയർ വന്നിട്ട് നിയമം എടുത്തത്, ബസ്സിനകത്ത് അതിക്രമിച്ച് കയറിയത് അതും നിയമം എടുത്തത്. ഇതാദ്യമേ പോലീസ് കേസെടുത്തില്ല. അവിടെയാണ് പറ്റിയത്. പിന്നെ രണ്ടാമത് പിന്നെ വേറെ ആരോ ഒന്ന് കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും
കുറഞ്ഞ രീതിയിലുള്ള കേസെടുത്തു. വീണ്ടും പ്രശ്നമായി. പിന്നെ രണ്ടാമത് വക്കീൽ പറഞ്ഞിട്ടാണ് വീണ്ടും കോടതി ഇടപെട്ടു. അപ്പോൾ പോലീസും എല്ലാവരും ഇവിടെ വശത്താണ്. അതിപ്പോ അധികാരമുള്ളവരെ കൂടെ അതൊക്കെ തെറ്റാണ്. എല്ലാം നിയമം എവിടെയാണോ നിയമത്തിന്റെ കൂടെ പോലീസ് എല്ലാവരും നിൽക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെ എല്ലാവർക്കും ഒരു ആയിരിക്കണം. ആർക്കായാലും അതൊക്കെ അതിൽ കുറച്ചുകൂടെ ഇനി കോടതിയൊക്കെ ഇടപെടണം. ശക്തമായി ഇടപെടണം. ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ബസ് തടഞ്ഞ സംഭവം ഇടയ്ക്കുണ്ടായി. അതിന്റെ കാരണങ്ങളെല്ലാം കോട്ടയത്ത് തന്നെ അയാൾക്ക് അറിയാമായിരുന്നു. മീഡിയ ഒക്കെ കാണുന്നവരല്ലേ? അപ്പൊ ശരിക്കും പറ, എന്താണ് ഇനി അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്? അതിനകത്ത് കണ്ടത് ഒരു അധികാരം ദുർവിനിയോഗം ചെയ്ത പോലെ തന്നെ തോന്നിയിട്ടുണ്ട്. സ്വന്തം പദവി ഉപയോഗിച്ച് അധികാരം ദുർവിനിയോഗം ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, KSRTC ഈ ഡ്രൈവർമാരും അത്ര മോശം ആൾക്കാരല്ല. സകലമാന ഉടായ്പോടുള്ള ആൾക്കാരാണ് ഈ KSRTC ഡ്രൈവർമാർ. ഈ അഭിപ്രായം എവിടെയെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അധികാരം എപ്പോഴും ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചൊരു അവരുടെ ജെൻഡർ തന്നെ ഒരു സ്ത്രീ എന്നുള്ള ഒരു പദവി തന്നെ അവർ ലൈംഗികമായിട്ട് അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് മുതലെടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല, ഈ രണ്ടുപേരും വളച്ചിൽ കാണിക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേരും KSRTCയും അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ടിട്ട് തന്നെ വണ്ടിയിൽ ഒരു ഒന്ന് ഉറച്ചിട്ട് പോയി. എന്നിട്ട് ആ ജസ്റ്റ് ഡ്രൈവർ തിരിഞ്ഞ് മാത്രമേ നോക്കിയുള്ളൂ. അവർക്കറിയാം നിയമ സംരക്ഷണം KSRTCയുടെയും കൂടെ ഉണ്ടെന്നല്ല. അവരൊരു പിന്നെ അധികാരത്തിലിരിക്കുന്ന ആളാണെന്നുള്ള രീതിയിലുള്ള പവർ അവർ കാണിക്കുന്നുണ്ട്. അത് ഈ രണ്ടു കൂട്ടരും കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഫീൽഡിലും ഏത് മേഖലയിലും നല്ലവരും ചീത്തവരും ഉണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തായാലും ന്യായമാരുടെ ഭാഗത്താണോ അവർക്ക് നീതി കിട്ടട്ടെ എന്ന് നമ്മൾ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് ഇന്നലെ കണ്ടു. പോലീസ് കോടതി അവർക്ക് ഇടപെട്ടിട്ടുണ്ട്. കോടതി ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ട് കേസെടുക്കണം എന്ന്. ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കണമെന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് സന്തോഷമുള്ളൂ. കാരണം അവിടെ നിയമം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ നിയമം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, KSRTC അത്ര വെടിപ്പല്ല. ആൾക്കാരെല്ലാവരും നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നല്ല രീതിയിലായിട്ട് ഇതിനകത്തെ KSRTCയിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ രണ്ട് ഘടകമാണ്. ഒന്നെങ്കിൽ ഡ്രൈവറിൻ്റെ കുറ്റം ഉണ്ടെങ്കിൽ ഡ്രൈവർ എടുത്ത് മാറ്റാം, മേയറുടെ കുറ്റം ഉണ്ടെങ്കിൽ മേയറിൻ്റെ ആൾക്കാർ വന്നെടുത്ത് മാറ്റാം. അപ്പോൾ രണ്ടുപേർക്ക് അതിനകത്ത് സംഭവം നമുക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്: അധികാരം എല്ലായിടത്തും ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇതുപോലെ തന്നെ KSRTCക്കാരിൽ നല്ല രീതിയിൽ വിളച്ചിട്ടുണ്ട്. അവരെ നിയമം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ചില കാര്യങ്ങളിൽ, 99% കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ടിടത്തും നിയമം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോടതി ഇടപെട്ടു. അതുപോലെ തന്നെ ആൾക്കാർ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും നിയമത്തിൻ്റെ വഴി നടക്കട്ടെ. തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ കഴിഞ്ഞ ഒരാഴ്ച കാലമായി. ഇഷ്യൂ വേറൊന്നുമല്ല, നമ്മുടെ തലസ്ഥാനത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു വാഹനം തടഞ്ഞിട്ട കേസുമായി ബന്ധപ്പെട്ട് നല്ല മീഡിയയിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിരിക്കും. അതിപ്പോൾ കോടതി ഇടപെട്ട് പോലീസ് കേസെടുത്തിട്ട് വന്നു. ബസ്സിലെ മെമ്മറി കാർഡും കാണാനില്ല അല്ലേ? എവിടെ പോകും ഈ സംഭവം? എവിടെ പോയി എത്തും? എവിടെ ചെന്ന് നിൽക്കും? എന്തായാലും മേയറിന്റെ ഭാഗത്തായിരിക്കും. മേയർ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണോ മെമ്മറി കാർഡ് കാണാതായിരിക്കും? കാരണം ഇത്ര നിരപരാധിയാണ് ഡ്രൈവർ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം അയാൾ ജെന്യൂനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല പോലെ അന്വേഷണം നടക്കണം. ഇത്രയ്ക്ക് കട്ടൊക്കെ നിൽക്കണമെങ്കിൽ നല്ല പോലെ അന്വേഷണം നടക്കണം. കുറ്റക്കാര് ആരായാലും ശിക്ഷിക്കപ്പെടണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നമുക്കൊരു നിയമം, ഡ്രൈവർക്കൊരു നിയമം, മേയർക്കൊരു നിയമം, അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, ഒരുപോലെയാണ്. എല്ലാവർക്കും ഒരേ നിയമം. ശിക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തായാലും നീണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേസ് നീണ്ടുപോകും. അതിനാണ് സാധ്യത. അധികാരമുള്ളവരായതുകൊണ്ട്. ഇഷ്യൂ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ തലസ്ഥാനത്തെ മേയറുടെ ഒരു ഇഷ്യൂ ഉണ്ട്. മേയർ
ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു, വാഹനം തടഞ്ഞിട്ടു എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊരു പബ്ലിക് റെസ്പോൺസ്. ഔദ്യോഗിക വാഹനം തടഞ്ഞത് ഔദ്യോഗിക വാഹനമല്ല, KSRTC വാഹനം. KSRTC വാഹനം തടഞ്ഞത് എന്തായാലും തെറ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തിയത് ഒരിക്കലും ശരിയായില്ല. അഥവാ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിലെത്തിയതിന് ശേഷം ആ ഡ്രൈവർക്ക് ഓഫീസിൽ എത്തിയതിന് ശേഷവും ചെയ്യാം. മേയറുടെ പദവിക്ക് പ്രത്യേകിച്ച് ഓഫീസ് ടൈമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫോൺ കോളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പാസ് ചെയ്താൽ നടപടിക്രമങ്ങൾ നടക്കും. പക്ഷേ അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മേയർ ഇത്തരത്തിലൊരു നടപടി എടുത്തതാണ് ഏറെ വിമർശിക്കപ്പെട്ടതും ചർച്ചയായതും വിവാദമായതും. ശരിയാണ്. ആ ഒരു വിവാദ ചർച്ച ഒഴിവാക്കാമായിരുന്നു. മേയറുടെ സൈഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പക്വതയില്ലാത്ത ഒരു തീരുമാനമായിപ്പോയി, പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. പക്ഷെ പ്രായത്തിൻ്റെ ഒരു പക്വത കുറവുണ്ടോ? തീർച്ചയായിട്ടും പക്വത കുറവുണ്ടായിരിക്കാം ഇത് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ തലസ്ഥാനത്തൊരു വനിതാ മേയർ, അതും ഒരു വളരെ പ്രായം ചെന്ന, നമ്മളൊക്കെ ലോകത്ത് തന്നെ പ്രായം കുറഞ്ഞ ഒരു മേയർ എന്നൊക്കെ പറഞ്ഞ് അഭിമാന പുളകിതമായ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അപക്വമായ ഒരു ഇത് വരുന്നു എന്നുള്ളതാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെ ശരിക്കും എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇത് തന്നെയാണ്. ആ പക്വതയില്ലാതെ പെട്ടെന്നൊരു തീരുമാനം അങ്ങനെ ഡ്രൈവർക്ക് എഗൻസ്റ്റ് വണ്ടി തടഞ്ഞു നിർത്തി എടുക്കരുതായിരുന്നു. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ തന്നെ നടപടിയൊക്കെ ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന മേയർക്ക് നിസ്സാര ഒരു ഫോൺ കോളിൽ ചെയ്യാവുന്നുള്ള ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞിട്ട സംഭവം തലസ്ഥാനത്തെ വഴിയോര കച്ചവടക്കാർ ആകെ ഭീതിയിലാണ്. അവർക്ക് ഒരു അഭിപ്രായമില്ല. കാരണം എന്തെന്നല്ലേ, കച്ചവടം മുട്ടും, ജീവിതം വഴികേടിലാവും, അത്ര തന്നെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.